അനൂപ് കെ.ആർ സംഭവസ്ഥലത്ത് നിന്ന് വീണ്ടും ചേരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അനൂപ്, കരളലിയിക്കുന്ന കാഴ്ചകൾ ഈ രക്ഷാദൌത്യത്തിൽ കാണാതായവരെ കണ്ടെത്തുന്നതിനായി നടന്നുകൊണ്ടിരിക്കുന്നു. അനൂപ് നിൽക്കുന്ന ഇടത്ത് എന്ന് വേണം പറയാൻ. കാണാതായ ആളുകളെ കുറിച്ചുള്ള അനൌദ്യോഗികമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. അത് പ്രധാനമായും ചൂരൽമലയിൽ നിന്നാണ്. 211 ആളുകളാണ് മൊത്തം ആകെ അപകടത്തിൽപ്പെട്ടത് എന്നാണ് അനൌദ്യോഗികമായി ജില്ലാ ഭരണകൂടം നമ്മെ അറിയിക്കുന്നത്. കാണാതായവർ 211 പേരെയാണ് കാണാതായതായി ഇപ്പോൾ ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ഇതൊരു സ്ഥിരീകരിച്ച കണക്കായി നമുക്ക് പറയാമല്ലോ അല്ലെ അനൂപ്? 211 പേരെ കാണാനില്ല. 211 പേരെ കാണാനില്ല എന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണം എത്തിയിട്ടില്ലെങ്കിലും ജില്ലാ ഭരണകൂടം പ്രാഥമികമായി ശേഖരിച്ച കണക്കുകളിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന വിവരം ഇതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധനകൾ സ്ഥലത്ത് നടത്തേണ്ടതുണ്ട് എന്നതിന്റെ പ്രാധാന്യമാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ മേഖലയിൽ അതിന്റെ അടിസ്ഥാനത്തിൽ തെരച്ചിൽ വളരെ ശക്തമായി ഊർജിതമായി ഇപ്പോൾ തുടരുകയാണ്. അട്ടമലയിൽ മുണ്ടക്കൈ മേഖല കേന്ദ്രീകരിച്ച് ഉത്ഭവ കേന്ദ്രമായ ഉരുൾപൊട്ടൽ ഉണ്ടായ മുണ്ടക്കൈ കേന്ദ്രീകരിച്ച് ജില്ലാ ഭരണകൂടത്തിന്റെ എല്ലാ സംവിധാനങ്ങളും മുണ്ടക്കൈ മേഖല കേന്ദ്രീകരിച്ച് രക്ഷാപ്രവർത്തനം നടത്തുകയാണ് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതിൽ പ്രധാനമായും അവിടെ കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അല്പസമയം മുൻപ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തി തോട്ടമേഖലയിൽ ജോലി ചെയ്യുന്ന ഏതാണ്ട് 100ഓളം പേരെ, 120 പേരാണ് യഥാർത്ഥ കണക്ക്, 120 പേരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി താഴെ ചൂരൽമലയിലേക്ക് കൊണ്ടുവന്നു. സൈന്യം നിർമ്മിച്ച താൽക്കാലിക പാലത്തിലൂടെയാണ് അവരെ താഴേക്ക് എത്തിച്ചത്. അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. കുട്ടികളടക്കമുള്ള നിരവധി ആളുകളാണ് അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത്. അവരെല്ലാം കഴിഞ്ഞ രാത്രി വളരെ ഭീതികരമായുള്ള ഒരു രാത്രി പിന്നിട്ടാണ് അവർക്ക് അരികിലേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്താൻ സാധിച്ചത്. അവരെല്ലാം ചെറിയ പാടികളിലും മറ്റും അവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചത്. ഇനി ശേഷിക്കുന്നത് മദ്രസയിൽ, അതായത് മുണ്ടക്കയിലെ ഒരു മദ്രസയിൽ അഭയം തേടിയ 12 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ശ്രമം സൈന്യം നടത്തുകയാണ് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അവരെ കൂടി രക്ഷപ്പെടുത്തിയാൽ മുണ്ടക്കയിൽ നിന്ന് നമുക്ക് ഇത്തരത്തിൽ നമുക്ക് കണ്ടെത്തിയ പരിക്ക് പറ്റിയ അവിടെ ശേഷിക്കുന്ന രക്ഷാപ്രവർത്തകരെ കാത്തു നിന്നിരുന്നവരെ മുഴുവൻ രക്ഷപ്പെടുത്തി എന്നൊരു സാഹചര്യത്തിലേക്ക് നമുക്ക് മാറാനാവും. അതോടൊപ്പം അവിടെ ഈ രീതിയിൽ കാണാതായിട്ടുള്ള ആളുകളും അതോടൊപ്പമുണ്ട്. അവരെ ഇവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലും നടത്തുന്നുണ്ട്. പ്രധാനമായും മധ്യപ്രദേശിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് എത്തിയ നിരവധി തൊഴിലാളികളുണ്ട്. അതിൽ 100 പേരെ രക്ഷപ്പെടുത്തി. അവരിൽ പലരെയും കാണാനില്ലെന്ന് അവർ പറയുന്നു. അതുകൊണ്ട് തന്നെ അവരോട് സൈന്യം ഇക്കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞ് അവരെ കാണാതായത്, അവരെവിടെയാണ് ജോലി ചെയ്തിരുന്നത്, താമസിച്ചിരുന്നത് എന്നുള്ള കാര്യമെല്ലാം സേനാംഗങ്ങൾ അവരോട് ചോദിച്ച് രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ഏതായാലും മുണ്ടക്കൈ കേന്ദ്രീകരിച്ചാണ് ഇന്ന് പ്രധാനമായും രക്ഷാപ്രവർത്തനം നടത്തുമെന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. അട്ടമലയിൽ നിന്ന് ആളുകളെ ചൂരൽമലയിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നു. ഏതായാലും നമുക്ക് ഒരു 75% ഉറപ്പിച്ച് 75% ആളുകളെയും നമ്മൾ ഇത്തരത്തിൽ അവിടെ അവശേഷിച്ച ഒറ്റപ്പെട്ട കുടുങ്ങിക്കിടന്ന ആളുകളെ രക്ഷപ്പെടുത്തി എന്ന് നമുക്ക് പറയാനാകും. രക്ഷാപ്രവർത്തകരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഏതായാലും അത്രയും സുസജ്ജമായ സംവിധാനങ്ങളോട് കൂടിയുള്ള സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനമാണ് മുണ്ടക്കൈയിൽ ഇപ്പോൾ നടക്കുന്നത്. മുണ്ടക്കൈ കേന്ദ്രീകരിച്ചുള്ള രക്ഷാപ്രവർത്തനം ആണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ മുണ്ടക്കൈയിലേക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളക്കെട്ടും ഈ മലവെള്ളപ്പാച്ചിലെല്ലാം കാരണം. അതുകൊണ്ട് തന്നെ അവിടെ ചൂരൽമല കേന്ദ്രീകരിച്ചാണ് കഴിഞ്ഞ ദിവസം വിപുലമായിട്ടുള്ള രക്ഷാപ്രവർത്തനം നടന്നത്. എന്നാൽ ഇപ്പോൾ അത് മുണ്ടക്കൈയിലേക്ക് മാറിയിരിക്കുന്നു. എല്ലാ സംവിധാനങ്ങളും മുണ്ടക്കൈ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ശരി അനൂപ്, 211 പേരെ കാണാതായി, 151 എന്ന മരണസംഖ്യ, ഇതൊക്കെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന കണക്കുകൾ.